നല്ല ടേസ്റ്റിലൊരു മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 സവാള നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മല്ലിയിലയും 2 തക്കാളി അടിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത ശേഷം മുട്ടയും കട്ട് ചെയ്തെടുക്കാം. മുട്ടക്കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് പച്ചമണം മാറി വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറി വന്ന സമയം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തത്. ഈ സമയം 2 ഗ്രാമ്പു, ചെറിയ പീസ് തക്കോലം, ചെറിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ പെരുംജീരകം ഇത്രയും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. ചെറുതായിട്ട് ഫ്രൈ ആയി വന്ന സവാളയിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും പുതിനയും കൂടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന്റെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി വന്ന സമയം ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയം 2 ടേബിൾ സ്പൂൺ തൈരും 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇളക്കി മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച സമയം വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വന്ന സമയം മുട്ടയും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.